ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമുക്കിന്ന് അച്ചാർ ഉണ്ടാക്കാം. മാങ്ങ അച്ചാറാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല പച്ച മാങ്ങ കിട്ടിയിട്ടുണ്ട്, കണ്ടോ. 2 കിലോ ഉണ്ട് മാങ്ങ. ഇഞ്ചി ഒരു വലിയ കഷ്ണം 50 ഗ്രാമിന് മേലെയുണ്ട്. അതുപോലെ തന്നെ വെളുത്തുള്ളി ഒരുണ്ട നിറച്ച് എടുത്തിട്ടുണ്ട്, വലിയൊരു ഉണ്ടയാണ് എടുത്തിരിക്കുന്നത്. പച്ചമുളക് ഒരു പിടി പച്ചമുളക്. ഇതൊക്കെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ്. ഇനി മുളക് പൊടിയൊക്കെ ഉണ്ട് മസാലക്കൂട്ടുകളിൽ, അപ്പോൾ അത് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് പറഞ്ഞു തരാം. ആദ്യം തന്നെ നമുക്ക് മാങ്ങയെന്ന് തൊലി കളഞ്ഞ് എടുക്കാം. ഇത്തിരി കട്ടി കൂടിയ തൊലിയുള്ളതാണ്, അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള മാങ്ങ കിട്ടുകയാണെങ്കിൽ ഇതുപോലെ തൊലി ഒന്ന് കളഞ്ഞ ശേഷം കഷ്ണാക്കി എടുക്കാം. മാത്രമല്ല, ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ മാങ്ങയുടെയൊക്കെ അല്ലെങ്കിൽ എന്ത് ഫലവർഗ്ഗങ്ങളാണെങ്കിലും അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും സെക്യൂർഡായത്. കാരണം എന്തൊക്കെ വിഷമാണ് ഇതിലടിച്ച് വരുന്നതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തൊലിയൊക്കെ കളഞ്ഞെടുക്കാം. പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ നമ്മുടെ ഉമ്മറത്തുണ്ടാകുന്ന മാങ്ങയൊക്കെ ആണെങ്കിൽ നമുക്ക് വിശ്വസിച്ച് തൊലിയോടുകൂടി തന്നെ കഷ്ണമാക്കി എടുക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഏതായാലും നമ്മൾ തൊലിയെല്ലാം കളഞ്ഞെടുത്തു. ഇനി നമുക്ക് കഷ്ണങ്ങളാക്കി എടുക്കാം. വളരെ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം കേട്ടോ. ഇതുപോലെയാണ് ചെത്തിയെടുക്കുന്നത് ആദ്യം. അതിനുശേഷം നമുക്ക് കുഞ്ഞു 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 കഷ്ണങ്ങളാക്കി എടുക്കാം. അച്ചാർ എല്ലാവർക്കും പ്രിയമാണല്ലോ. എനിക്കും ഭയങ്കര ഇഷ്ടം കേട്ടോ അച്ചാർ. ഊണ് കഴിക്കുമ്പോൾ നാരങ്ങാച്ചാറോ മാങ്ങാച്ചാറോ ഒക്കെ ഉണ്ടാവുന്നത് ഒരു എക്സ്ട്രാ ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് കുഞ്ഞു കഷ്ണങ്ങളാക്കി ഇനി മാങ്ങ അരിഞ്ഞെടുക്കാം. ആദ്യം നമ്മൾ വലിയ കഷ്ണങ്ങളാക്കിയ ശേഷം ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കുകയാണെങ്കിൽ ഒരേ അളവിൽ എളുപ്പത്തിൽ നമുക്ക് അരിഞ്ഞെടുക്കാൻ പറ്റും, കണ്ടോ. അപ്പോൾ നമ്മളെല്ലാം അതുപോലെ അരിഞ്ഞെടുത്തു. ഇനി നമുക്ക് ഇഞ്ചി കഷ്ണമാക്കാം. ഇഞ്ചി നമുക്കിങ്ങനെ കടിക്കാൻ കിട്ടുന്ന പാകത്തിനാണ് നമ്മൾ കഷ്ണമായിട്ട് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആദ്യം ഇങ്ങനെ വലിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത ശേഷം ഇത് നമുക്ക് എല്ലാം കൂടി ചേർത്ത് വെച്ചിട്ട് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം, കണ്ടോ. അപ്പോൾ ഇഞ്ചിയും നല്ലപോലെ നമ്മൾ മുറിച്ചെടുത്തു. ഇനി വെളുത്തുള്ളിയും നമുക്ക് ഇത് വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് 2-3 കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കാം. അല്ലാത്ത പക്ഷം നമ്മൾ വെളുത്തുള്ളി ചെറിയ അല്ലി വെളുത്തുള്ളിയാണെങ്കിൽ അങ്ങനെ തന്നെ ഇടുകയായിരിക്കും കുറച്ചുകൂടെ നല്ലത് കേട്ടോ. നമുക്കിങ്ങനെ കഴിക്കാൻ വേണ്ടി കിട്ടുന്ന ഒരവസ്ഥയിൽ പച്ചമുളക് അരിഞ്ഞെടുക്കാം. ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് പച്ചമുളക് നമ്മൾ അരിഞ്ഞെടുക്കുന്നത്. പച്ചക്കറികൾ കഴുകുമ്പോൾ എപ്പോഴും വിനാഗിരിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കഴുകുന്നത് കുറച്ച് നല്ലതാട്ടോ. ഇനി നമുക്ക് കുക്ക് ചെയ്ത് തുടങ്ങാം. ഇവിടെ വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 3 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതേ അളവിൽ തന്നെ നമ്മൾ എണ്ണയും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, എള്ളെണ്ണ. അതിനുശേഷം നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വരട്ടെ. കടുക് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് വെളുത്തുള്ളി ആദ്യം തന്നെ ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി നമ്മൾ കുഞ്ഞു കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതും ഇട്ട് കൊടുക്കാം. അധികം വെന്ത് പോകാനായിട്ട് സമയം കൊടുക്കരുത് കേട്ടോ. പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ചേർത്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതൊക്കെ വെന്ത് പോകുന്ന അളവിൽ നമ്മൾ വേവിച്ചെടുക്കരുത്. കാരണം ഇതൊക്കെ നമുക്ക് അച്ചാറിൻ്റെ കൂടെ കടിക്കാൻ കിട്ടുന്നത് ഒരു സ്വാദ് തന്നെയാണ്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകും എല്ലാം കൂടി ചേർന്ന് പച്ചമണം മാറിയ ശേഷം നമുക്ക് അടുപ്പ് ഓഫ് ചെയ്തേക്കണം. അടുപ്പ് ഓഫ് ചെയ്ത ശേഷം നമുക്ക് ഒരു 6 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ അച്ചാർ പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ജസ്റ്റ് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമാണ് നമ്മൾ മസാലക്കൂട്ടിൽ ചേർത്ത് കൊടുക്കുന്നത്. 6 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുത്തു. അതിനുശേഷം 1 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. നാടൻ മുളക് പൊടിയും കശ്മീരി മുളക് പൊടിയും കൂടി ചേർത്തിട്ടാണ് ഞാനിവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ അളവിൽ നമുക്ക് കായപ്പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം. ഉലുവപ്പൊടി ഞാനിവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാട്ടോ. ഉലുവ വാങ്ങിച്ചിട്ട് മിക്സിയിലിട്ട് പൊടിച്ചാൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. 1.5 ടേബിൾ സ്പൂൺ അളവിൽ ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിവിടെ 2 കിലോ മാങ്ങയുടെ അളവാണ് കേട്ടോ ഞാൻ പറയുന്നത്. മാങ്ങയുടെ അളവ് കൂടുതലുണ്ടെങ്കിൽ നമ്മളതനുസരിച്ച് ഇട്ട് കൊടുക്കുന്ന പൊടികളുടെ അളവ് മാറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ വിനാഗിരി ചേർത്ത് കൊടുക്കാം. വൈറ്റ് വിനെഗറാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്.
അടുപ്പ് ഓഫ് ചെയ്തിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത് കേട്ടോ. മുളക് പൊടിയൊക്കെ ചേർക്കുമ്പോൾ അടുപ്പ് ഓഫ് ചെയ്തിരിക്കണം, തീ കത്തിക്കരുത്. അതിനുശേഷം വിനാഗിരി ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് അടുപ്പൊന്ന് കത്തിച്ചു കൊടുക്കാം. ചെറുതായി നുര വരുമ്പോഴേക്കും അതിലേക്ക് 1.5 കപ്പ് അളവിൽ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. പച്ചവെള്ളം ഒഴിക്കരുത്, ചൂടുവെള്ളം തന്നെ ഒഴിക്കണം. നല്ലപോലെ തിളച്ച് വരട്ടെ. അതിനുശേഷം ഇവിടെ കല്ലുപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഉപ്പ് ഏതാണെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം, പൊടിയുപ്പോ കല്ലുപ്പോ എന്താണെങ്കിലും ഉപയോഗിക്കാം. എല്ലാം കൂടി ചേർത്ത് നല്ലപോലെ തിളപ്പിക്കാം. നന്നായി കുത്തി തിളച്ച് വരട്ടെ കേട്ടോ. അതിനുശേഷം മാത്രം നമുക്ക് മാങ്ങ ചേർത്ത് കൊടുത്താൽ മതി. നല്ല ഫ്ലെയിമിൽ വെച്ച് തന്നെ നന്നായി തിളപ്പിച്ചെടുക്കാം. കണ്ടോ, നല്ല പോലെ കുത്തി തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് നമ്മളിവിടെ അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന പച്ചമാങ്ങ ചേർത്ത് കൊടുക്കാം. നല്ല പുളിയുള്ള മാങ്ങയാട്ടോ. മാങ്ങ ചേർത്ത് കൊടുത്ത ശേഷം നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി, മാങ്ങ വെന്ത് പോവരുത്. ഈ വിനാഗിരിയൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ എപ്പോഴും പൂത്ത് കയറാനുള്ള ചാൻസ് കുറവാണ്. അതുകൊണ്ടാണ് നല്ലെണ്ണയും വിനാഗിരിയൊക്കെ നമ്മൾ അച്ചാറിൽ കൂടുതലും ചേർക്കുന്നത്. ഒരു പിടി കരിവേപ്പില ഇട്ട് കൊടുക്കാം. ഇപ്പം ചെറുതായിട്ട് നുര വരുന്നുണ്ടേ. നമുക്കിനി അടുപ്പ് ഓഫ് ചെയ്തേക്കാം കേട്ടോ. 4 ഭാഗത്തും നല്ലപോലെ ഒന്ന് നുര വരുമ്പോഴേക്കും നമുക്ക് അടുപ്പ് ഓഫ് ചെയ്തേക്കാം. നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്ന വെള്ളമൊക്കെ ഒന്ന് ചൂടായി തിളച്ച് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീണ്ടും അടുപ്പ് കത്തിച്ചത്. നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന മാങ്ങ വെന്ത് കിട്ടേണ്ട കാര്യമില്ല, അത് ഈ അച്ചാറിൽ ഇരുന്ന് തന്നെ അലിന്ന് വരണം. കണ്ടോ, 4 ഭാഗത്തും നല്ല നുര വരുന്നുണ്ട്. ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. അടുപ്പ് ഓഫ് ചെയ്ത ശേഷം 1 ടേബിൾ സ്പൂൺ അളവിൽ നമ്മൾ കടുക് പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കണ്ടോ, ഇതിങ്ങനെ തൂവി കൊടുക്കാം. കടുക് പൊടിച്ചതും കൂടി ചേർത്ത് നല്ലപോലെ തൂവി കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. കണ്ടോ, നമ്മൾ വളരെ എളുപ്പത്തിൽ മാങ്ങാച്ചാറ് ഉണ്ടാക്കി. ഇനി ഒരു 2 ദിവസം ഇതൊന്ന് ഇരുന്ന് സെറ്റാവട്ടെ. നമ്മൾ ഈ വെള്ളം പോലെയുള്ള ചാറൊക്കെ കുറച്ചുകൂടെ ഒന്ന് കുറുകും കേട്ടോ. നല്ലപോലെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഭരണിയിലേക്ക് മാറ്റാം. അച്ചാറൊക്കെ സൂക്ഷിക്കുമ്പോൾ എപ്പോഴും ഇതുപോലുള്ള ചില്ല് ഭരണികൾ എടുക്കാൻ ശ്രദ്ധിക്കണേ. പ്ലാസ്റ്റിക് ഭരണിയിലൊന്നും മാറ്റരുത്. അതുപോലെ തന്നെ ഇതുണ്ടാക്കാനായിട്ട് ഇരുമ്പ് ചട്ടിയാണ് അല്ലെങ്കിൽ ചട്ടിയോ ഒക്കെ കിട്ടുകയാണെങ്കിൽ അതിൽ തന്നെയാണ് അച്ചാർ ഉണ്ടാക്കാനും എപ്പോഴും നല്ലത്. ഇനി നമുക്ക് ഭരണിയിലേക്ക് മാറ്റാം. അപ്പോൾ ഈ അച്ചാർ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമല്ലോ. നാവിൽ വെള്ളം വരുന്നില്ലേ ഇത് കണ്ടപ്പോൾ തന്നെ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും തരാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ കൂടെയുള്ള എല്ലാവർക്കും പതിവ് പോലെ ഒരുപാട് സ്നേഹത്തോടെ താങ്ക് യു വെരി മച്ച്.